ഹായ് ഫ്രണ്ട്സ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ അവളിപ്പോ എവിടെ പോവാ പറഞ്ഞോട്. കല്യാണത്തിന് പോവുക. ആരാ കല്യാണം? പാപ്പു കാക്കാന്റെ. പാപ്പുക്കാരെ കല്യാണത്തിന് അങ്ങോട്ട് പോവാ. പുതുക്കത്തിന് പെണ്ണിനെ കൂട്ടാനല്ലേ? അപ്പൊ നമ്മൾ പോയി വരാം. നമ്മളെവിടെ പോകുന്നു? കല്യാണത്തിന് നമ്മളെവിടെ പോകുന്നു? കടമല പുഴം അങ്ങനെ ഈ ഒരു ഇരിപ്പ് നമ്മൾ കുറേ മണിക്കൂർ വണ്ടിയിൽ ഇരിക്കേണ്ടി വന്നു കേട്ടോ. നമ്മളൊരു 11 മണിക്കൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ചതിലും നേരം വൈകിട്ടാട്ടോ പോയിണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം അത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോടാട്ടോ പെണ്ണിൻ്റെ വീട്. അവിടെ തന്നെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യവും പെണ്ണിനെ കൂട്ടിയിട്ട് ഇവിടുന്ന് പോയിട്ട് അവിടെ എത്തിയിട്ട് വേണം അവിടുത്തെ ഫംഗ്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 11 മണിക്കൊക്കെ പുറപ്പെടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറപ്പെടുമ്പോൾ 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോട് ആയതുകൊണ്ട് കുറേ നേരം യാത്ര ചെയ്യണമല്ലോ. അപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ എന്തായാലും വൈകുന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു കേട്ടോ. അതിനതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പെണ്ണിനെ തിരയാട്ടോ നമ്മൾ. അപ്പോൾ പെണ്ണിനെ അവിടുന്ന് ഒരുക്കിയിട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഓരോ പുറപ്പാടിലാട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇടയ്ക്ക് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളാണെങ്കിൽ ജ്യൂസ് കിട്ടിയ അവിടെ തന്നെ 2-3 ഗ്ലാസ്സൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ നല്ല നമ്മൾ അത്രയും ദൂരത്തുനിന്ന് വരുന്നല്ലേ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഴിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയതല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ. തലേന്നത്തേക്ക് നമ്മൾ ഡ്രസ് കോഡ് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗ്രീൻ കളറിൽ. പക്ഷേ പിറ്റേത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഡ്രസ് കോഡൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ അടുത്തായിരുന്നു കേട്ടോ അമ്മൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞത്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നിട്ട് ഡ്രസ് കോഡ് തന്നെ കേട്ടോ നമ്മൾ ഇന്നിട്ടുണ്ടായിരുന്നത്. ഫുൾ ഫ്ലെയർ ടൈപ്പുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗേൾസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബോയ്സിനും പ്രത്യേകിച്ച് ഡ്രസ് കോഡും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ചെക്കൻ്റെ പെങ്ങളും ഹസ്ബൻഡും അനിയനൊക്കെ ഒരുപോലത്തെ ഡ്രസ്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. വൈറ്റ് കളറിലായിരുന്നു അവരുടെ ഡ്രസ് കോഡ് വന്നിട്ട്. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പെണ്ണിനുള്ള വെയിറ്റിങ്ങിലായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഇവർ ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ പെങ്ങളും അതുപോലെ ഹസ്ബൻഡും ഫ്രണ്ട്സൊക്കെ ആട്ടോ സ്റ്റേജിലുള്ളത്. അപ്പോൾ അവരെ ഫോട്ടോസ് എടുപ്പൊക്കെ അടങ്ങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അപ്പോഴേക്കും നമ്മൾ ബ്രൈഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആയിദ എന്നാട്ടോ പേര് ആളുടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആളുടെ പേരൊക്കെ. അപ്പോൾ കോഴിക്കോട് തന്നെ ആട്ടോ ആളെ വീടും. അപ്പോൾ നമ്മൾക്കൊരു പ്രത്യേകത എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ കെട്ടിച്ചുണ്ടാകുന്ന പെൺകുട്ടികളുടെ വീടൊക്കെ കോഴിക്കോടാണ് കേട്ടോ. അതായത് ആൺകുട്ടികളെ ഓളുമാരെ വീടൊക്കെ വന്നിട്ട് കോഴിക്കോടാണ്. ഇപ്പം എൻ്റെ അടക്കം കോഴിക്കോടാണ്. പിന്നെ ആരതാ ഇല്ലാത്ത വെച്ചാൽ ആരതില്ല കേട്ടോ, എല്ലാവരും കോഴിക്കോട് തന്നെയാണ്. പിന്നെ എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ വീട് പിന്നെ ഇവിടെ ഈ അടുത്താട്ടോ. പക്ഷേ അവർ വീട് വന്നിട്ട് ഇവിടെ എടുത്തത്. പക്ഷേ അതിന് മുന്നേ ആളെ വീട് കോഴിക്കോട് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങൾ മുന്നാട്ടോ അവർ വീട് മാറിയിട്ട് കൊയിലാണ്ടിയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഫാമിലിയുള്ള പെൺകുട്ടികളെ ഹസ്ബൻഡ്സിൻ്റെ ഒക്കെ വീട് വന്നിട്ട് കൊയിലാണ്ടി കേട്ടോ. അവർ കോഴിക്കോടൊന്നല്ല, അവരുടെ വീടൊക്കെ കൊയിലാണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കുടുംബത്തിലുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെക്കൻ്റെ, അതായത് പുതിയാപ്പിള ചെക്കൻ്റെ പെങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ ബ്രൈഡ്. അതായത് അവർ ഒരുമിച്ച് കളിച്ച് വളർന്നാന്ന് തോന്നുന്നു കേട്ടോ. അതായത് ഒരമ്മൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഓൾഡേയും വീട് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നേരത്തെ അറിയാം. അങ്ങനെയൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം. അപ്പോഴേക്കും നമ്മൾ ബ്രൈഡ് ഇവിടെ ഒരുങ്ങി എത്തിയിട്ടുണ്ട്. അപ്പോൾ പിയാപ്പിള ഇതൊക്കെ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും കാണുന്ന പോലെ തന്നെ എല്ലായിടത്തും ഫ്രണ്ട്സുകൾ ഇട്ട് ഇളക്കുമല്ലോ ചെക്കന്മാരെ. അതുപോലെ തന്നെ അവനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇളക്കുന്നുണ്ട് കേട്ടോ. ഓൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ ആളെ. പിന്നാണെന്നുണ്ടെങ്കിൽ ഓനെ അടിമുടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് മുന്നേ പരിചയമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ ആർക്കായാലും ഭയങ്കര പേടിയൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ അവന് അതിൻ്റേതായ പേടിയൊക്കെ ഉണ്ടെന്ന് തോന്നിട്ടോ. നമുക്കൊക്കെ തോന്നി നല്ല പേടിയുണ്ട് എന്നാക്ക്. ആൾ വെറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് തന്നെ എല്ലാവരും ഇങ്ങനെ ഒഴിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ സ്റ്റേജിലേക്ക് കയറുന്ന ആ ഒരു സമയത്ത് ഒരാൾ ഫ്ലവർ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരല്ല, അവളുടെ മാമൻ്റെ മോനാട്ടോ. അതായത് ഉമ്മൻ്റെ ആങ്ങളുടെ മോനാണ്. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേട്ടോ മാമന എല്ലാ കാര്യത്തിനും മുൻപന്തി നിൽക്കലെന്ന്. അങ്ങനെ അവൾ ആങ്ങളെ വന്ന് ഫ്ലവർ കൊടുത്ത് ഫോട്ടോസ് എടുത്തിട്ട് ആളങ്ങ് ഇറങ്ങിപ്പോയിട്ട്. ആ സമയത്ത് നമ്മുടെ ബ്രൈഡ് അങ്ങനെ മന്ദം നീങ്ങി പുതിയാപ്പിളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആചാരങ്ങൾ നമ്മൾ കല്യാണത്തിന് സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അടുത്തൊക്കെ ആയിട്ട് നമ്മൾ തന്നെ ഇറക്കിയ ഓരോരോ ആചാരങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പക്ഷേ എന്ന് വെച്ചാൽ അതിന് വേറൊരു ഫീലിംഗ് ആണല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ചെക്കനും പെണ്ണായാലും ഇന്നത്തെ കാലത്ത് പരസ്പരം കണ്ടിട്ടുണ്ടാവും. മുന്നേ എൻഗേജ്മെൻറ്റിനും നിക്കാഹിനും പെണ്ണ് കാണലിനൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു 100 തവണ നമ്മൾ പുറത്തൊക്കെ പോലെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഈ ഒരു കാണലിനൊരു പ്രത്യേകത ഉണ്ടല്ലേ. കാരണം നമ്മളെ ജീവിതം തുടങ്ങുന്ന ആ തുടക്കത്തിൽ ഫസ്റ്റ് കാണുന്ന ഒരു സമയമാണല്ലോ നമ്മൾ ഈ സ്റ്റേജ് എന്നുള്ള ഒരു സംഭവം. പക്ഷേ അതെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേക ഒരു അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതുവരെ നമ്മൾ ചിലപ്പോൾ ആളെ കണ്ട മാതിരി ഒന്നും ആയിരിക്കില്ല. ആ ഒരു സമയത്ത് നമുക്ക് ചിലപ്പം ചില മാറ്റങ്ങൾ തോന്നുമായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ തോന്നുമായിരിക്കും കേട്ടോ. അതുമല്ല അതുവരെ നമുക്കൊരു പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ആളെ തമ്മിൽ കണ്ടപ്പോഴും സംസാരിച്ചപ്പോഴൊന്നും. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ അടിമുടി വെറുക്കും കേട്ടോ. ചിലപ്പോൾ ആളുടെ മുഖത്തേക്ക് തന്നെ നോക്കാൻ പറ്റില്ല. ചിലർ അത് നല്ല രീതിക്ക് തന്നെ മാനേജ് ചെയ്യും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചിലർക്ക് ഫുള്ള് വിറയലും കാര്യങ്ങളായിട്ടും അങ്ങനെ പോവും.
അതുമല്ല നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്നുള്ളൊരു കാണലൊക്കെ അല്ലേ. അപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ നമുക്ക് അനുഭവിച്ചവർക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നതാണ് കേട്ടോ. പെണ്ണും ചെക്കനൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ കുട്ടികളെയും കൊണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് ഇന്നൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ, പ്രോഗ്രാമിന് പോയതായിരുന്നേ. അപ്പോൾ എനിക്ക് അവരെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. മോനസ് പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കുമല്ലോ, പക്ഷേ ചെറിയ മക്കളെയും കൊണ്ട് കുറച്ച് ഞാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കൈ കഴുകാൻ വേണ്ടി പോയ സമയത്ത് ജാബിർക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജാബിർക്കനോട് സംസാരിച്ചു. പിന്നെ ഇവരെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, കാരണം ഇനി ചിലപ്പോൾ ഇവരെ കിട്ടിയിട്ടില്ലെങ്കിലോ അതുകൊണ്ടിട്ട് കേട്ടോ. അങ്ങനെ പെണ്ണ് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നുണ്ട്, പക്ഷേ ഒരാളെയും കാണുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവരൊക്കെ മുന്നിൽ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് പോയി എന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഹോളിൽ തന്നെ ഉണ്ടാവും കേട്ടോ ചിലരൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് മോനസ് 10 രൂപ തരുമോ എന്ന് ചോദിച്ചാൽ ജസീർക്കാനടുത്ത് പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ജസീർക്ക് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്, എന്തോ മിഠായി എന്താ വാങ്ങി കഴിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെന്താ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് മാഷി കുട്ടികളൊക്കെ എടുത്തിട്ട് വണ്ടിയിൽ നിൽക്കുന്നത്. ഇതാണ് ടെക്കൻ അനിയൻ്റെ വൈഫ്. അപ്പോൾ അധികം വീഡിയോസിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊന്നും കൂടി പറഞ്ഞെന്നുള്ളേ. പിന്നെ നമ്മൾ വരുന്ന സമയത്തും പോകുന്ന സമയത്തൊക്കെ നമ്മൾ നല്ല ഫ്രീ ആയിട്ട് വണ്ടിയിൽ ഇരുന്നുണ്ടായിരുന്നിട്ട് ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു റിലേറ്റീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓളാണെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഓളും ഉണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ മാത്രം. പിന്നെ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അവരെ കളി തന്നെ കണ്ടിട്ട് നമ്മളെ സമയം പോയത് അറിഞ്ഞില്ല. ഞാനും അവളും ചിരിച്ച് വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ ഡ്രസ്സിൻ്റെ കളർ തന്നെയാണ് ഓളെ മക്കൾ വന്നിട്ട് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും കുട്ടികളും ഡ്രസ്സ് അത്ര കളർ മാച്ചിങ് ഒന്നല്ല, എന്നാലും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഡ്രസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, അമ്മൻ്റെ മോൻ്റെ കല്യാണത്തിന് നമ്മൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതന്നെയാണ് ഇന്നോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് മുടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണം തന്നെ നമുക്ക് മാറിയിട്ടില്ല. അപ്പോൾ ഈ കല്യാണത്തിന് നമ്മൾ തലേന്ന് മാത്രം ഡ്രസ് കോഡ് ഒപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇയാളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ആ സീറ്റിൽ കയറിയിരിക്കും, പിന്നെ വീണവും വണ്ടി ഇങ്ങനെ കുലുങ്ങുന്നുണ്ടല്ലോ, പിന്നെയും കയറിയിരിക്കും, പിന്നെയും വീണവും. അങ്ങനെ ഓനിക്ക് തന്നെ പിന്നെ ചിരി വന്നിട്ട് നിർത്താനില്ല കേട്ടോ. പിന്നെയാണ് ഇന്നൂസ് ഓൻ്റെ കളിയൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലെത്തി ഒരു മഹരിബിനൊക്കെ ശേഷമാണ് കേട്ടോ റിസപ്ഷൻ ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ബ്രൈഡിനെ പോയി അവിടുന്ന് കൂട്ടിക്കൊണ്ടാകുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ റോഡിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒപ്പനയൊക്കെ മുട്ടി അങ്ങനെ കൊണ്ടുവരുമല്ലോ, അങ്ങനെ കൊണ്ടാകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല, ചിലർ കൊയിലാണ്ടി പോയി, ചിലർ ഓരോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് വന്ന ഉടനെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ നമുക്ക് ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ആൾക്കാർ എന്തോ കാര്യമായിട്ട് നല്ല ഡിസ്കഷനിലാണ്. പിന്നെ കുട്ടിക്ക് ഞാൻ ഡ്രസ്സൊന്നും മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് അതന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം 3 ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറേ സമയം പിടിക്കും. പിന്നാണെങ്കിൽ അത് ഭയങ്കര ടാസ്ക് തന്നെ കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ അതന്നെ മതി എന്ന് വിചാരിച്ചിട്ടോ. ഞാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചില്ല, പിന്നെ ഡാൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ അത് ചേഞ്ച് ചെയ്തിട്ടോ. അപ്പോഴേക്കും സൽക്കാരക്കാരെത്തിയിട്ടുണ്ട്. സൽക്കാരം വേറൊരു ദിവസത്തേക്കൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ വീട്ടുകാർ തന്നെ തീരുമാനിച്ചിട്ട് അന്ന് തന്നെ വരാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും മിസിരിൻ്റെ പുതിയാപ്പിളയും പിന്നെ പുതിയാപ്പിളിൻ്റെ ഉപ്പയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഞാൻ ജസ്റ്റ് ഒന്ന് കിട്ടിയ വീഡിയോ എടുത്താണ്. പിന്നെ നമ്മളിതാ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനിതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്നു മുറ്റത്തൊരു മൈന, നമ്മളെ അളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇക്കൻ്റെ പെങ്ങളും ഹസ്ബൻഡും. അപ്പോൾ ആൾ കാണിച്ചു കൊടുക്കാൻ കേട്ടോ, അതായിരുന്നു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതാണ് പിന്നെ നമ്മുടെ വേറൊരു മണവാട്ടി, അതായത് ചെക്കൻ്റെ പെങ്ങളാട്ടോ. അപ്പോൾ ആളെനിക്ക് തീരെ വീഡിയോ എടുക്കാനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെ സൈലൂടി ഓടി നടന്ന് അങ്ങനെ ഉഷാറാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ പ്രോഗ്രാമിന് പോയതായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. ഒക്കെ തിരിച്ച് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മളെ ബിലാൽക്കയും കൂട്ടരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോൽക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോസിൽ അങ്ങനെ ഉൾപ്പെടുത്തുന്നില്ല, എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ആ ചെക്ക് ഷർട്ട് ആയിരുന്നില്ല ബ്ലൂ കളറിലുള്ള, അതാണ് കേട്ടോ ചെക്കൻ്റെ അനിയന്. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ ബാപ്പൻ്റെ പെങ്ങളെ മക്കളാണ് കേട്ടോ ഇവർ രണ്ടാളും. പിന്നെ അന്ന് പാട്ടായിരുന്ന ബ്രൗൺ ടീഷർട്ടിന് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയട്ടോ, അതാണ് എൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഇവരെ കാര്യം പറയാന്ന് വെച്ചാൽ ഞാൻ ഇന്നെ കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന സമയത്തൊക്കെ ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ. ഭയങ്കര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറുതായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കേട്ടോ വലിയ ചെക്കന്മാരായത്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഞാൻ അന്നും ഇന്നൊക്കെ ഒരുപോലെ തന്നെ ഉണ്ട്. ഞാൻ അന്ന് എങ്ങനെയായിരുന്നോ, അതായത് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എങ്ങനെയാണോ അതേ കോലത്തിൽ തന്നെ കേട്ടോ ഇപ്പോഴും എന്നെ കാണാൻ. പക്ഷേ ഇവരൊക്കെ അല്ലാണ്ട് മാറിപ്പോയി, നല്ല തടിയ ഗുണ്ടുമണികളായിട്ടോ. ഒന്നാമത്തത് അമ്മാതിരി ഫുഡടിയാണ് കേട്ടോ, അതാണ് ഒന്നാമത്തെ ഈ കോലത്തിലാകുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ഇവർ എനിക്ക് പൊങ്കാലിടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. കാരണം ഞാൻ ഇങ്ങനെയൊന്നും വീഡിയോയിൽ പറയുന്നവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഒരു രസം അത്ര തന്നെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും പാട്ടും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ ഇടുമ്പോൾ ഒരു വിഷമം എന്താ വെച്ചാൽ ഓരോ പാട്ടൊന്നും എനിക്ക് അങ്ങനെ വീഡിയോയിൽ ഓഡിയോ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നൊരു വിഷമമുണ്ട്. കാരണം വെച്ചാൽ കോപ്പി റൈറ്റ് വരും കേട്ടോ നമുക്ക്. അതുകൊണ്ട് തന്നെ മ്യൂസിക്കും കാര്യങ്ങളും ആഡ് ചെയ്യുമ്പോൾ
കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടിട്ട് തന്നെ ഞാൻ അവരെ പാട്ടൊന്നും കൊടുക്കുന്നില്ല. അതാണ് ഞാൻ പിന്നിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ വീഡിയോ കാണുന്നവരിൽ. പക്ഷേ എനിക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇടാത്തത്. പിന്നെ വെച്ചാൽ ഒരു കല്യാണത്തിന് ഇവരങ്ങനെ കയറി പാടിലൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ കല്യാണത്തിന് ആൾക്കാർ നല്ല ഉഷാറാക്കുന്നുണ്ട്. ഫുൾ എനർജിയാണ് കേട്ടോ. ഒക്കെ പാടാൻ നിന്നപ്പോൾ അവരും പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ കൂടെ. ഈ വീഡിയോ ഒക്കെ കുറച്ച് ലെങ്ത്ത് കൂടാനുള്ള സാധ്യത ഉണ്ട് കാരണം നമ്മൾ ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഷോർട്ടാക്കിയിട്ട് ഇടാനായിരുന്നു ആദ്യം വിചാരിച്ചത്, എഡിറ്റ് ചെയ്തിട്ട്. പക്ഷേ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ഏതെങ്കിലുമൊക്കെ കൂട്ടുകാർ യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്പ് അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് ഈ കോപ്പിറൈറ്റ് വരാണ്ട് നമുക്ക് ഈ കല്യാണത്തിൻ്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റണ എന്തെങ്കിലും ഒരു ടിപ്പൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് എന്നായിട്ട് ഷെയർ ചെയ്യാനൊന്ന് ശ്രമിക്കണം കേട്ടോ. കമൻറ്റെങ്കിലും ഇടാൻ ശ്രമിക്കണം.
അങ്ങനെ ഡാൻസും പാട്ടും മറ്റു കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളുടെ പണി ഇതാട്ടോ. നമുക്ക് എപ്പോഴും ഉള്ളതാണ് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഒന്ന് ഉഷാറാക്കൽ കേട്ടോ. എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫാമിലി മാത്രമായിട്ട് നല്ല അടിച്ചു പൊളിയാക്കും. അതുപോലെ തന്നെ അന്നും കുറേ എക്കനെ കൊണ്ടൊക്കെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കുട്ടികൾ അവിടെ നിന്ന് പാട്ടൊക്കെ പാടി. പിന്നെ ഞങ്ങൾ കുറേ ഡാൻസ് കളിച്ചു. പിന്നെ ചെക്കനതാ കോട്ടൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ചെക്കനും ഡാൻസ് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബിയോട്ടിൻ്റെ ഒരു പാട്ട് കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. അത് മറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലിപ്പോൾ ആഡ് ചെയ്യാം. എന്തായാലും ഇതോടുകൂടി നമ്മളുടെ കലാപരിപാടികൾക്ക് അവസാനിക്കാൻ പോവാണ്. അങ്ങനെ ഇവരെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിട്ടോ. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് ഞാൻ വേറെയും കല്യാണമൊക്കെ നമുക്ക് വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇതുപോലെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.